and belongs to the renowned Ammanur tradition. She was initiated into Kudiyattam by her grand uncle and guru, Padma Bhushan Ammanur Madhava Chakya, and later received training under her father, the master performer Sri Ammanur Kuttan Chakya, along with Srimati Usha Nangyar. Dr. Aparna is a Sanskrit scholar with a doctorate in Vedanta. She works as an assistant professor of Sanskrit at Sri Shankara College, Kaladi. One of her most significant contributions is the revival of Dashamam Kutha, a rare and complex ritual performance rooted in Shrauda Vedic traditions, which had not been performed for several years. Dr. Aparna has performed Nangyar Kutha Sampurnam. She is also widely acclaimed for the reviving the technically demanding hanging scene, Ketti Nyanal, of Malayavadi in Naganandam. Dr. Aparna has presented numerous research papers in India and abroad and has also performed at many prestigious national and international festivals, both within and outside India. About Sarita Krishnakumar, she is an accomplished Kudiyattam practitioner and commenced her formal training at the age of 10 at Ammanur Chachu Chakyar Smaraka Gurukulam. She is a disciple of Guru Padma Bhushan Ammanur Madhava Chakya, Guru Ammanur Kuttan Chakya, and Guru Usha Nangyar. She performs all the major female roles in Kudiyattam theatre and has also presented Nangyar Kutha Sampurnam, the complete form of Nangyar Kutha, comprising 217 slokas. She has travelled extensively within India and abroad for performance and workshops with Ammanur Gurukulam and Nadana Kairali. She currently holds the position of staff artist and faculty member at the Ammanur Gurukulam, where she continues to contribute the preservation of Kudiyattam tradition. ഇന്നത്തെ ഈ ലെക്ചർ ഡെമോൺസ്ട്രേഷന് വേണ്ടി ഡോക്ടർ അപർണ നങ്ങ്യാരെയും സരിത കൃഷ്ണകുമാരെയും എത്രയും ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം അരങ്ങത്തെ മറ്റ് കലാകാരന്മാരെ കൂടി പരിചയപ്പെടുത്തട്ടെ. മിഴാവ് കലാമണ്ഡലം രാജീവ്, കലാമണ്ഡലം നാരായണ നമ്പ്യാർ, ഇടയ്ക്ക കലാനിലയം ഉണ്ണികൃഷ്ണൻ. ശ്രീരാമസ്യാനുജം ദേവം പത്മമാലാവിരാജിതം മാണിക്യരത്നശോഭാഢ്യം സംഗമേശം നമാമ്യഹം. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കൂടിയാട്ടത്തിലെ ആംഗിക സാത്വിക അഭിനയങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്ന് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. സാധാരണ ഒരു ഡെമോൺസ്ട്രേഷന് നമ്മൾ സ്കൂൾ കോളേജുകളിൽ പോകുമ്പോൾ
പറയുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറി കുറച്ചുകൂടെ അത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാതെ കുറച്ചുകൂടെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടക്കാർക്ക് സംസ്കൃത നാടകാഭിനയമാണ്. അത് എപ്പോഴും അതിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സംസ്കൃത നാടക അഭിനയമായിട്ടുള്ള കൂടിയാട്ടം ഇതര ദൃശ്യകലകളെക്കാൾ കൂടുതൽ തന്നെ പറയേണ്ടി വരും. ഈ ചതുർവിധാഭിനയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഏറ്റവും 4 അഭിനയ സമ്പ്രദായങ്ങളും ഉപയോഗിക്കുന്ന ഒരു കലാരൂപം എന്ന് പറയുന്നത് കൂടിയാട്ടം തന്നെയാണ്. അതിൽ ആംഗികാഭിനയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ആംഗികാഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അംഗോപാംഗങ്ങൾ കൊണ്ടുള്ള അഭിനയ സമ്പ്രദായമാണ് ആംഗികം. കേരളീയ ദൃശ്യകലകളെല്ലാം ഹസ്തലക്ഷണ ദീപിക എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് മുദ്രകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ 24 ബേസിക് മുദ്രകളാണ് ഉള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു തുടക്കത്തിന് വേണ്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കൂടിയാട്ടത്തിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരുന്നത് അതിൻ്റെ വിന്യാസത്തിലുള്ള വ്യത്യാസങ്ങളാണ്. ഡാൻസ്, ഇപ്പോൾ മോഹിനിയാട്ടമായാലും കഥകളി ആയാലും അവർക്ക് മുദ്രകൾ കുറച്ചും കൂടെ വലുതായിട്ട് ചെയ്യാനും അതിൻ്റെ വിന്യാസത്തിൽ വ്യത്യാസം വരുത്താനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. കൂടിയാട്ടത്തിലാവുമ്പോൾ വളരെ കൃത്യമായിട്ട് ശരീരത്തിന്റെ ചട്ടക്കൂട്, അവനവന്റെ ശരീരത്തിന്റെ ആ കൃത്യമായ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മുദ്ര കാണിക്കുക എന്നൊരു സമ്പ്രദായമാണ് കൂടിയാട്ടം പിന്തുടർന്ന് പോരുന്നത്. അതുമാത്രമല്ല, ഇപ്പൊ ഒരു സംസ്കൃത നാടകം എടുത്തു കഴിഞ്ഞാൽ ആ നാടകം വളരെ വിസ്തരിച്ച രീതിയിൽ അതിന് ഒരു ആട്ടപ്രകാരം എഴുതുകയും, ആട്ടപ്രകാരം എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സ് മാനുവൽ എന്ന് പറയാം. അതായത് നടന്റെ ആ ചെയ്യുന്ന, അതായത് അഭിനയിക്കുന്ന ഭാഗങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ആ ഒരു ആട്ടം ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ള ആ ഒരു പ്രത്യേക സംഭവമാണ് ആട്ടപ്രകാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയിലാണ് ആട്ടപ്രകാരം എഴുതിയിട്ടുണ്ടാവുക. ആ ആട്ടപ്രകാരം തീർത്തും മുദ്രകളുള്ള വാക്കുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു, അങ്ങനെയാണ് അതിന്റെ ഒരു ഘടന പോകുന്നത്. കാരണം അത് മുദ്രകളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത് എന്നതുകൊണ്ട് മലയാള ഭാഷയാണെങ്കിലും നമ്മൾ സംസാരിക്കുന്ന ഭാഷ എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. അതിന്റെ ഒരു പ്രത്യേക സമ്പ്രദായം അതിനുണ്ട്. അപ്പൊ ഈ ആട്ടപ്രകാരങ്ങളിലൂടെയാണ് സംസ്കൃത നാടകങ്ങളെ സഹൃദയരിലേക്ക് എത്തിക്കുന്നത്. അതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള, അതായത് ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാചകത്തിൽ പൂർണ്ണമായിട്ടുള്ള മുദ്രകളും ആ വാചക മുദ്രയിലൂടെ അഭിനയിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ രാമായണ സംക്ഷേപം എന്ന് പറയുന്ന ഒന്നുണ്ട്. രാമായണം മുഴുവനും സംക്ഷേപമായിട്ട് ഇരുന്ന് കാണിക്കുക എന്നുള്ള സമ്പ്രദായമാണ്. അങ്കുലിയാങ്കം കൂത്തിലാണ് അത് പ്രധാനമായിട്ട് വേണ്ടിവരിക. മറ്റ് ചില കൂടിയാട്ടങ്ങളിലും ചില ഭാഗങ്ങൾ വേണ്ടിവരും. അങ്കുലിയാങ്കം കൂത്തിൽ അത് സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. മാത്രമല്ല, പഠിക്കുന്ന കുട്ടികളെ, കൂടിയാട്ടം പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ കൈയും കണ്ണും ഉറയ്ക്കാൻ വേണ്ടി, കൈയിന്റെ സ്ഥാനവും കണ്ണും അതിനോടുകൂടി ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇരുത്തി ആ രാമായണം സംക്ഷേപം കാണിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ എങ്കിലോ പണ്ട് അയോധ്യ ഉണ്ടായി, സൂര്യവംശം ഉണ്ടായി, അവിടെ അനേകം രാജാക്കന്മാരുണ്ടായി, അവർക്ക് ഇരിപ്പാനായിക്കൊണ്ട് അയോധ്യ എന്ന് പ്രസിദ്ധയായിട്ട് ഒരു രാജധാനി ഉണ്ടായി. ഇങ്ങനെയാണ് അത് പോണത്. ഇങ്ങനെ സൂര്യവംശം ഉണ്ടായി മുതൽ രാമായണ കഥ സമ്പൂർണമായിട്ട് അങ്ങോട്ട് ഇരുന്ന് ചെയ്യാണ്. ഇത് അങ്ങനെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലുള്ള ഗുണം, ആ കഥ മുഴുവനും കുട്ടികൾ പഠിക്കുന്നു, അതിലൂടെ മുദ്രകൾ മുഴുവൻ പഠിക്കുന്നു. അത് സാമാന്യേന എല്ലാ മുദ്രകളും, കൂടിയാട്ടത്തിൽ പ്രയോഗിക്കുന്ന എല്ലാ മുദ്രകളും ഇത് പഠിച്ചു കഴിഞ്ഞാൽ സ്വായത്തമാവും. അത് മാത്രമല്ല, ആ കൈയിന്റെ സ്ഥാനവും കണ്ണുമൊക്കെ അതിലൂടെ ഒരു
കുട്ടിക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ കാണിക്കാം. എങ്ങനെയാണ് ഈ വരികൾ മുദ്രകളായിട്ട് സഹൃദയരിലേക്ക് വരുന്നത് എന്നത് ചെറിയൊരു 2-3 വരി മാത്രം ഇവിടെ കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. എങ്കിലോ പണ്ട് സൂര്യവംശം. ആദ്യം സൂര്യൻ എന്നുള്ള മുദ്ര. സൂര്യനെ സംബന്ധിച്ച വംശം ഉണ്ടായി. അവിടെ അനേകം രാജാക്കന്മാർ രാജാവ് എന്നുള്ള മുദ്രയാണ്. ഇത് ബഹുവചന മുദ്രയാണ്. രാജാക്കന്മാർ ഉണ്ടായി. അവർക്ക് അവർ എന്നുള്ള ബഹുവചന മുദ്ര. അവർക്ക് ഇരിപ്പാൻ ആയിക്കൊണ്ട് അയോധ്യ എന്നാണ്. അപ്പൊ ആദ്യം അയോധ്യയുടെ പേര് കാണിച്ചിട്ട് രാജധാനി എന്ന് കാണിക്കും. അയോധ്യ എന്ന് പ്രസിദ്ധയായിട്ട് ഒരു രാജധാനി. ഉണ്ടായി. ഈ ഒരു രീതിയിലാണ് ആട്ടപ്രകാരങ്ങളെ മുദ്രകളായിട്ട് മാറ്റി
ആസ്വാദകരിലേക്ക് എത്തിക്കുന്നത്. ഞാനിത് കാണിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ആ വാചകങ്ങളുടെ പൂർണ്ണത മുദ്രകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നില്ല ഡാൻസ് ഫോമിലൊന്നും ഇങ്ങനെ ഇത്ര പൂർണ്ണമായിട്ട് വാചകത്തെ അങ്ങോട്ട് മുഴുവനായിട്ട് ഫോളോ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ സൂര്യനെ സംബന്ധിച്ച വംശം എന്നൊക്കെ അത് പൂർണ്ണമായിട്ടും അതിൽ മുദ്രകളിലൂടെ അഭിനയമായിട്ട് കൊണ്ടുവരുന്ന സമ്പ്രദായം കൂടിയാട്ടത്തിലുണ്ട്. ഇത് കൂടിയാട്ടത്തിൽ ഉടനീളം ആട്ടപ്രകാരം ഉപയോഗിച്ച് അഭിനയിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ മുദ്രകളുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളതിലേക്ക് ഞാൻ പോണില്ല. ചെറിയ കുട്ടികൾക്ക് നമ്മൾ സ്കൂളുകളിലൊക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന സമ്പ്രദായമാണ്. അതിലേക്ക് ഞാൻ പോകാതെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ ഇനിയുള്ളത് ആംഗികാഭിനയത്തിനുള്ളത് ശരീരം ഉപയോഗിച്ചുകൊണ്ട് കൈ കാലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിനയ സമ്പ്രദായമാണ്. അതിൽ ഇതര ദൃശ്യകലകളെ അപേക്ഷിച്ച് നൃത്താംശം കൂടിയാട്ടത്തിൽ കുറവാണ്. പക്ഷെ നൃത്താംശം ഒട്ടുമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പുറപ്പാട് പോലുള്ള ഭാഗങ്ങളിൽ ഇപ്പൊ ഏത് കൂടിയാട്ടത്തിന്റെ ആയാലും പുറപ്പാടില് നൃത്താംശങ്ങൾ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ജയന്തി ചേച്ചി ഇവിടെ പൂർവ്വരംഗ വിധാനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുറപ്പാടിന്റെയും ആ പൂർവ്വരംഗക്രിയയിൽ പെടുന്നതാണത്. അതിന്റെയൊക്കെ ഒരു പ്രാധാന്യം ഇവിടെ പറയേണ്ടായി. അപ്പോൾ പുറപ്പാടെന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് കാണാം. ഒന്ന്, അതിൽ കുറച്ചൊരു അഭിനയാംശമുണ്ട്, ദേവതാവന്ദനപരമായിട്ടുള്ള നൃത്താംശമുണ്ട്. രണ്ടാമത്തെ കാര്യം, ശരീരം കൃത്യമായിട്ടുള്ള താളത്തില് ചലിപ്പിച്ചുകൊണ്ട് തന്നെ മുദ്രകൾ അഭിനയം ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. രണ്ട് തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് അഭിനയിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് മാത്രമല്ല, നൃത്തം മാത്രം, ആ മുദ്ര കൊണ്ട് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉദ്ദേശിക്കുന്നില്ല. അവിടെ ചൊല്ലുക എന്നുള്ളതിനാണ്. അതായത് അക്കിത്ത എന്ന് പറയുന്ന ശ്ലോകം ചൊല്ലി പാർവതിയെയും ശിവനെയും ഒക്കെ വന്ദിക്കുന്നതായിട്ടുള്ള അക്കിത്ത ശ്ലോകങ്ങളോടുകൂടി ദേവതാവന്ദനപരമായിട്ട് നൃത്തം ചെയ്യുക എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചു തരാം. പുറപ്പാടുകളിൽ എല്ലാ പുറപ്പാടിലും ഉള്ളതാണ്. നിത്യക്രിയ എന്നാണ് അതിന് പറയുക. നിത്യക്രിയയില് അംബികേ ഗിരിജെ എന്ന് പറയുന്ന, അത് നമ്മൾ ഈ ക്രിയകൾക്കൊക്കെ കൃത്യമായിട്ട് ഓരോ പേരുണ്ടെങ്കിലും കൂടിയാട്ടക്കാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അക്കിത്തയിൽ തുടങ്ങിയിട്ടാണ് പറയാ. ഏതാ കാണിക്കണത് വെച്ചാൽ ക്ഷീരസാഗരം എന്നാ പറയാ. അതാ അക്കിത്തയാണത്. ക്ഷീരസാഗര ഭേനചന്ദന എന്ന് പറയണത്. അതിന് വലിയൊക്കം, ചെറിയൊക്കം, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് പേരുകളുണ്ടെങ്കിലും ഇങ്ങനെയാണ് അതിനെ ഐഡന്റിഫൈ ചെയ്ത് പറയുക. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു ഭാഗം മാത്രം ഇവിടെ എങ്ങനെയാണ് അക്കിത്ത ചൊല്ലി നൃത്താംശം മാത്രമായിട്ട് കാണിക്കുക. അവിടെ അഭിനയത്തിനല്ല, മറിച്ച് ആ എന്താ പറയാ നൃത്താംശത്തിനും ചൊല്ലലുമാണ് പ്രാധാന്യം. രീതിയിലുള്ള
നൃത്താംശം മാത്രവും അക്കിത്ത മാത്രമായിട്ടുള്ള ധാരാളം പുറപ്പാട്, അതിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. പുറപ്പാടിൽ ഇതുപോലെ ധാരാളം കാണാനായിട്ട് സാധിക്കും. സാമാന്യേനയുള്ള നിത്യക്രിയയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ചില പുറപ്പാടുകൾ ഈ ക്രിയകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, പങ്കുലിയാങ്കം പുറപ്പാടിലെ ഹനുമാന്റെ പുറപ്പാട് എന്ന് പറയുന്നത് ക്രിയകൾ വളരെയധികം വ്യത്യാസമുണ്ട്. അതുപോലെ ചില ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പോ മത്തവിലാസം കൂത്തില് കപാലിയുടെ പുറപ്പാട്, അല്ല കപാലിയുടെ ക്രിയകൾ എന്ന് പറയും, പുറപ്പാടല്ല ക്രിയ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെ ക്രിയകളിൽ ധാരാളം വ്യത്യാസങ്ങൾ കഥാപാത്രത്തിനനുസരിച്ചും വരുത്താറുണ്ട് എന്നുള്ളതാണ്. ഇനി പുറപ്പാടിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് ശരീരചലനങ്ങൾ, കൃത്യമായ താളത്തിൽ ശരീര ചലനങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അഭിനയിക്കുക എന്നുള്ളതാണ്. അത് പുറപ്പാടുകളിൽ കാണുന്ന പാർവതിയുടെയും ശിവന്റെയും പാർവതിയുടെയും കേശാദിപാതമാണ്. കേശാദിപാതം കൂടിയാട്ടത്തില് അങ്ങോളം ഇങ്ങോളം ധാരാളം കാണാൻ സാധിക്കും. അതിൽ പുറപ്പാടിൽ വരുന്ന പ്രത്യേകത ശിവന്റെയും പാർവതിയുടെയും കേശാദിപാതം തീ തീ ത തീ തീ ത എന്നുള്ള ആ ഒരു വായ്ത്താരിയില് ചുവട് വെച്ച് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുക. അതിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ കാണിക്കാം. ശിവന്റെ കേശാദിപാതമാണ്. അപ്പോ ത്രൈലോക്യനാഥനായിരിക്കുന്ന പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് കേശാദിപാദം എന്ന് കാണിച്ചിട്ട് ജടാഭാരം, ജട കെട്ടി, അവിടെ ചന്ദ്രക്കല, ഗംഗാ ഭഗവതി, തിരുനെറ്റി, പുരികങ്ങള്, കണ്ണുകള്, മറ്റ് മൂന്നാം തൃക്കണ്ണ്, ചെവികള്, കവിളുകള്, ചെവികള്, അധരം, മുഖം, ഇത്രയുള്ള ഒരു ഭാഗം. അത് പൂർണ്ണമായിട്ടും ചെയ്യും. ഇതിൽ ഇത്രയും ഭാഗം മാത്രം ഒന്ന് ചെയ്ത് കാണിക്കും.
ഇതിലിപ്പോൾ ശിവന്റെയും പാർവതിയുടെയും പൂർണ്ണമായിട്ടുള്ള കേശാധിപാതം ഈ ചുവടുകൾ വെച്ചുകൊണ്ട് അഭിനയിക്കുന്ന സമ്പ്രദായമുണ്ട്. ഇതിലിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പുരികങ്ങൾ, കണ്ണുകൾ, ചെവികൾ എന്നൊക്കെ പറയുമ്പോൾ രണ്ടെണ്ണത്തിനെ കാണിക്കാനായിട്ട് കൂടിയാട്ടത്തിൽ ദ്വിവചനത്തിനും മുദ്രയുണ്ട്. അങ്ങനെ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സ് അതിനൊക്കെ നമുക്ക് മുദ്രകൾ. അത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു സംസ്കൃത നാടകങ്ങൾ ചൊല്ലി അഭിനയിക്കേണ്ടി വരുമ്പോൾ ദ്വിതീയ, അതുപോലെ ഓരോ വിഭക്തികൾ കാണിക്കുമ്പോഴൊക്കെ അതിന് മുദ്ര വേണം എന്നുള്ളത് കൊണ്ടാണ് ഓരോ ചെറിയ അംശത്തിന് വരെ മുദ്രകൾ. ഇപ്പൊ ക്രിയാപദങ്ങൾക്ക്, ഇപ്പൊ ലോട്ട് പോലുള്ള ക്രിയാപദങ്ങൾക്കും ആയാലും എന്നുള്ള അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ളതിന് വരെ മുദ്രകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടിയാട്ടത്തിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം പുറപ്പാടിൽ തന്നെ പറയാനുള്ളത്, ഇപ്പൊ ജയന്തി ചേച്ചി ഇവിടെ അതിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യവും വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതില് ദിക്പാലവന്ദനം പറഞ്ഞു. ദിക്പാലവന്ദനം എനിക്ക് തോന്നുന്നു ദൃശ്യകലകളിൽ അത്തരത്തിലൊരു സമ്പ്രദായം വേറെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ ദിക്പാലകന്മാരെയും, ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, കുബേരൻ, പരമശിവൻ, ഇങ്ങനെ 8 ദിക്കുകളിലെയും നാഥന്മാരെ പുഷ്പം പറിച്ച് ആരാധിച്ച് നൃത്തം ചെയ്ത് വന്ദിക്കുന്നു എന്നാണ് കാണിക്കണത്. അത് ഇനി വരാൻ പോണ നാടക അവതരണത്തിൽ ഇവരുടെയൊക്കെ പ്രസാദം ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തുടക്കത്തിൽ പുറപ്പാടിൽ അത് ചെയ്യുന്ന സമ്പ്രദായമാണ്. അതുപോലെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് ശംഖചക്ര, ലക്ഷ്മി ഭഗവതി ശംഖചക്രങ്ങൾ, ഇവർക്കൊക്കെ നമസ്കാരം അർപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്യണത്. അതിൽ അക്കിത്തയും വരും. മറ്റൊന്നുള്ളത് അവസാനം, പുറപ്പാടിന്റെ ഏറ്റവും അവസാനം ധക്കിട്ട ധിക്കിട്ട ധക്കിട്ട ധിക്കിട്ട എന്നുള്ള ഒരു വായ്ത്താരിയില് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ട് സകല ചരാചരങ്ങളെയും, 3 ലോകങ്ങളെയും 3 ലോകങ്ങളിലുള്ള ആളുകളെയും സകല ചരാചരങ്ങളെയും വന്ദിക്കുന്ന സമ്പ്രദായം. ഇത് വളരെ വലിയൊരു കോൺസെപ്റ്റാണ്. കാരണം വരാൻ പോകുന്ന അഭിനയം അല്ലെങ്കിൽ ഒരു ഒരു യജ്ഞമാണ് ഇവിടെ വരാൻ പോണത്. ആ യജ്ഞത്തിന് എല്ലാ ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും ഒക്കെയുള്ള പ്രപഞ്ചം മുഴുവൻ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നുള്ള വലിയൊരു വിഭാവനമാണ് അതിലൂടെ ചെയ്തു പോകുന്നത്. അതിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ കാണിക്കാം. സ്വർഗം, ഭൂമി, പാതാളം എന്ന് കാണിക്കും. സ്വർഗത്തിൽ ഇന്ദ്ര, ആദി ദേവന്മാര്, സിദ്ധന്മാര്, യക്ഷന്മാര്, കിന്നരന്മാര്, കിൻപുരുഷന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, മഹർഷിമാര്. അതുപോലെ ഭൂമിയിങ്കൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, പശു, പക്ഷി, മൃഗ ആദികള്. അതുപോലെ പാതാളത്തിങ്കല് അസുരന്മാര്, സർപ്പങ്ങള്, ഇങ്ങനെ തുടങ്ങി ആ തൃണ പിപീലിക പര്യന്തം എന്നാണ്. ഒരു പുല്ല് മുതൽ അതല്ലെങ്കിൽ അത് മുതൽ പിപീലിക, ഉറുമ്പ് വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പുഷ്പം പറിച്ച് ആരാധിച്ച് അവിടെ സമർപ്പിച്ച് നമസ്കരിച്ചുകൊണ്ടാണ് പുറപ്പാട് അവസാനിപ്പിക്കുക. ആ ഒരു സമ്പ്രദായം കൂടി അതില് ഇവിടെ ഇപ്പൊ ഇത് പറയാനുള്ള കാരണം നൃത്ത അംശവും അഭിനയ അംശവും കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാഗം ഒന്ന് കാണിക്കാം എന്നുള്ളത് കൊണ്ടാണ്.
ഇതാണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അത് മുഴുവൻ ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഭാഗം മാത്രം ചെയ്ത് അവസാനിപ്പിച്ചു. ഇനി കൂടിയാട്ടത്തിലെ ആംഗികാഭിനയത്തിൽ പറയാനുള്ളത്, പുറപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഒരു സ്ഥലങ്ങളിലും നമ്മൾ ശരീരം കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് പടപുറപ്പാട് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യം അതിനൊരു ചട്ടക്കൂടുണ്ട്. അതനുസരിച്ച് തന്നെയേ ചെയ്യുള്ളൂ. അതില് കമ്പാരിറ്റീവ്ലി അഭിനയാംശത്തിനല്ല, മറിച്ച് ശാരീരികമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് സൈന്യങ്ങൾ പുറപ്പെടണ ഭാഗമാണ്. അപ്പൊ യുദ്ധം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ സൈന്യങ്ങൾ ആയുധങ്ങൾ എടുത്ത് അതിനെ സജ്ജീകരിക്കുകയാണ്. അപ്പൊ ആ ആയുധ അഭ്യാസ ബലം സൈന്യങ്ങളുടെ അത് പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണതാണ്. യുദ്ധരംഗങ്ങൾ വരുമ്പോൾ അതിന് മുൻപ് കൂടിയാട്ടത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പടപുറപ്പാട് അഭിനയിക്കും. അതിൽ ചെറിയൊരു ഭാഗം മാത്രം ഇവിടെ ചെയ്യാം. ഒരു സൈന്യം വാളും പരിചയം എടുത്ത് പുറപ്പെടുന്ന ഒരു ഭാഗമാണ്.
ഇതുപോലെ കുന്തം, പിന്നെ വില്ല്, ശരം ഇതൊക്കെ എടുത്ത് പുറപ്പെടുന്ന സമ്പ്രദായമുണ്ട്. ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ടും ആംഗികാഭിനയത്തിന്റെ ഒരു ഭാഗങ്ങളായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇത്രയാണ് ആംഗികാഭിനയത്തിൽ കൂടുതലായിട്ടും പറയാനുള്ളത്. ഇനി കൂടുതൽ വളരെ വിശദമായിട്ട് തന്നെ ആംഗികാഭിനയത്തിനെ കുറിച്ച് ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്തത്ര ഉണ്ട്. പക്ഷെ അതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. സമയത്തിന്റെ ദൗർലഭ്യം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഇനി അടുത്തത് ആംഗികാഭിനയത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. കൂടിയാട്ടത്തിലെ പ്രധാനപ്പെട്ട നിലകൾ, അതായത് പതിഞ്ഞാട്ടത്തിന് ഉപയോഗിക്കുന്ന നില എന്താണ്, അതുപോലെ കുറച്ചുകൂടെ ഔദ്ധത്യമുള്ള ആട്ടം വരുമ്പോൾ ഏത് നിലയിലാണ്, സ്ത്രീകളുടെ നില, പതിഞ്ഞ ആട്ടത്തിന് സമപാദത്തില് താന്ന് നിൽക്കുക എന്നുള്ളതാണ് നില. ഒരു ചാണകലത്തിൽ 2 കാലുകൾ വെച്ച് താന്നമർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ മണിക്കൂറുകളോളം ഇങ്ങനെ നിന്നുകൊണ്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ കൂടിയാട്ടത്തിലുണ്ട്. അതിനാണ് പതിഞ്ഞാട്ടത്തിന്റെ നില. ഇനി ഉള്ളത് ഇളകിയാട്ടത്തിന്റെ നില എന്ന് പറയും. കുറച്ചുകൂടെ ഔദ്ധത്യമുള്ള ഭാഗം, സ്ഥായിയുള്ള ഭാഗങ്ങൾ ചെയ്യാനായിട്ട് കാലൊരെണ്ണം മുമ്പോട്ട് വെച്ച് ഒരു കാല് പിന്നിൽ വെച്ചിട്ട്, അതായത് ചില മുദ്രകളൊക്കെ ചെയ്യുമ്പോൾ ഇളകിയാട്ടത്തോട് കൂടിയിട്ടാണ് ആ മുദ്രയ്ക്ക് കുറച്ചും കൂടെ ഒരു മിഴിവ് കിട്ടാൻ അല്ലെങ്കിൽ അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഇളകിയാട്ടത്തിന്റെ ഒരു ശൈലിയിൽ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ രാജാവ് എന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ വെറുതെ നിന്ന് രാജാവ് എന്നിങ്ങനെ കാണിക്കാം. അത് കുറച്ചുകൂടെ ഒരു വീരത്വം വരുത്തിക്കൊണ്ട് ചെയ്യണമെങ്കിൽ ചവിട്ടി തേച്ച് താന്ന് ചാടി നിന്ന് കാല് പൊക്കി നിന്ന് രാജാവ് നിന്ന് കാണിക്കാം. എപ്പോഴും ഇളകിക്കൊണ്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്ചറാണ്. ഒരു കാലം മുമ്പിലും ഒരു കാലം ഇങ്ങനെയും വെച്ചിട്ട് നിൽക്കുമ്പോൾ അതിന് ഇളകിയാട്ടത്തിന്റെ നില എന്നാണ് അതിന് പേര് പറയുക. അതുപോലെ സ്ത്രീകളുടെ നില എന്ന് പറയുന്നത് കാല് രണ്ടും കൂട്ടി വെച്ച് കൈയോടെ വെച്ച് നിൽക്കുന്ന ഒരു നിലയാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സാമാന്യേന ഉള്ള നില. ഇനി അഭിനയ അംശത്തിനനുസരിച്ച് ചിലപ്പോൾ സമപാദത്തിൽ നിന്നും വരും. അതുപോലെ സഖിമാരുടെ നിൽപ്പ്, സഖിമാരാകുമ്പോൾ കൈ സൈഡിൽ വെച്ച് കാലൊന്ന് ചരിച്ച് വെച്ച് ഇങ്ങനെ നിൽക്കണ കണ്ടാൽ സഖിയാണ് എന്ന് മനസ്സിലാക്കാം. സഖിയുടെ ഒരു നിലയാണത്. പിന്നെ ഇരുന്നിട്ടുള്ള കുറെ വ്യത്യാസങ്ങളുണ്ട്. അത് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ്. സാധാരണ ഇരുന്ന് കാല് രണ്ടും തൂക്കിയിട്ടിരിക്കും. ഒരു കാല് കയറ്റിവെച്ച് മറ്റേ കാല് താത്തിയിടും. 2 കാല് കയറ്റിവെച്ചിരിക്കും. പിന്നെ സുഗ്രീവന്റെ പോലുള്ള ആട്ടങ്ങൾക്ക് ഒരു പ്രത്യേകതരം നൂപുരപാദത്തിലിരിക്കുക എന്നാണ് പറയുക. അങ്ങനെ ഇരുന്നിട്ടുള്ള ആട്ടങ്ങളുണ്ട്. അങ്ങനെ വിവിധ തരം പോസ്റ്റേഴ്സ് ഉണ്ട് ഇത് അഭിനയിക്കാനായിട്ട്. പിന്നെയുള്ളത് ചാരികളാണ്. ചാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് കാണിക്കാൻ. സാത്വിക കഥാപാത്രങ്ങൾക്ക് ഇന്ന ചാരി, ഔദ്ധത്യമുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വീരസ്ഥായി ഉള്ള കഥാപാത്രങ്ങൾക്ക് ഇന്ന ചാരി, രാക്ഷസീ കഥാപാത്രങ്ങൾക്ക് ഇന്നചാരി, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇന്നചാരി, അങ്ങനെ 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 വ്യത്യസ്തമായിട്ട് ഉണ്ട്. അതിന്റെ ഒരു ഉദാഹരണം മാത്രം ഒന്ന് കാണിക്കാം. ഈ ഒരു ചാരി കൊണ്ട് ഇവിടെ നിന്ന് ലങ്കയിലേക്ക് പോയി എന്ന് വരെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോയി എന്ന ആ ഒരു ഗമനത്തെ കാണിക്കുന്ന ഒരു ക്രിയയാണത്. വട്ടത്തിൽ ചാടി നടക്കുക എന്നുള്ള ഒരു ക്രിയ ഇവിടെ ഒന്ന് കാണിക്കാം. അത് രാവണൻ അല്ലെങ്കിൽ ബാലി അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് കാണിക്കുന്നതാണ്. വട്ടത്തിൽ ചാടി വിവിധ തരം ചാരികള് കൂടിയാട്ടത്തിലുണ്ട്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആംഗികാഭിനയം ഇവിടെ നിർത്തുകയാണ്. കാരണം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയാ നിർത്തേണ്ടതെന്ന് അറിയാണ്ട് വരും. ഇനിയുള്ളത് സാത്വിക അഭിനയമാണ്. സത്വം എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സിൽ നിന്നും ഉള്ള അഭിനയം, ഏറ്റവും കൂടുതൽ അനുഭവം ഉണ്ടാക്കുന്ന അഭിനയം. അനുഭവം ഉണ്ടാവണമെങ്കിൽ ഈ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവണം, സാത്വികം മാത്രം ഉണ്ടായ പോരാ. പക്ഷെ സാത്വികം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നേത്രാഭിനയവും നവരസാഭിനയവുമാണ്. കൂടിയാട്ടത്തിലെ നേത്രാഭിനയത്തിന് വളരെ 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 പ്രാധാന്യമുണ്ട്. ഓരോ മുദ്രയ്ക്കും കണ്ണില്ലാണ്ട് ഒരു മുദ്രയില്ല, അങ്ങനെയാണ്. മുദ്ര കാണിക്കുന്നുണ്ടോ അവിടെ കണ്ണുണ്ടാവണം. അതുകൊണ്ട് തന്നെ നേത്രാഭിനയം പരിശീലിപ്പിക്കാൻ പഠിക്കുന്ന കാലം തൊട്ടേ എന്നും ഇപ്പോഴും നമ്മൾ പഠിക്കണ കാലം എന്നല്ല, ഈ പ്രയോക്താവായിട്ട് അരങ്ങത്ത് നിൽക്കണ കാലം മുഴുവൻ കണ്ണ് സാധനം ചെയ്യണം എന്നാണ് പറയുക. കണ്ണ് സാധനം ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ അതിന്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടിയാട്ടത്തിൽ മുദ്രകൾ എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ പറയും, ശരീരത്തിൽ നിന്ന് ഒരു ചാണകലം മാത്രമേ ദൂരം പാടുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മൾ കാണിച്ചൊക്കെ വരുമ്പോ ചിലപ്പോ ശരീരം എന്നൊക്കെ കാണിക്കുമ്പോ ആ കാണിക്കണതിനൊരു എഫക്റ്റ് ഒക്കെ കിട്ടാൻ വലുതാക്കിയൊക്കെ ഇങ്ങനെ ചെയ്യും. വലുതാക്കി ചെയ്താൽ അപ്പോ ചീത്ത വെക്കും. കാരണം ഒരു ചാണകലത്തിലുള്ളതേ പാടുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടാക്കേണ്ടത് കണ്ണുകൊണ്ടും അഭിനയം കൊണ്ടുമാണ്. കൈ കൊണ്ടുള്ളതിന് പരിമിതി ഉണ്ട് എന്നാണ്. കാരണം കൂടിയാട്ടത്തിന്റെ വേഷത്തിന്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. അപ്പോ ആ സ്ട്രക്ചറിനനുസരിച്ചേ മുദ്ര കാണിക്കാൻ പാടുള്ളൂ. അവനവന്റെ ശരീരത്തിന്റെ ഒരു എന്താ പറയണ്ടേ, ആ ഒരു ഔട്ട്ലൈനിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മുദ്ര ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെയാണ് നേത്രാഭിനയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. കാരണം ഇപ്പൊ പോയി എന്നൊക്കെ കാണിക്കണമെങ്കിൽ ഇതാണ് പോയി എന്നുള്ള മുദ്ര. നമുക്ക് ഇവിടെ വരെ ഒരു ചാണെന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരെ പോകാൻ പറ്റുള്ളൂ കൈ കൊണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ കണ്ണ് തന്നെ വേണം. ഇവിടെ വരെ കാണിച്ചാൽ പോയി എന്നുള്ള അനുഭവം ഉണ്ടാവില്ല. ഇവിടുന്ന് അങ്ങോട്ട് കണ്ണങ്ങോട്ട് അറ്റം വരെ പോയാലേ പോയി എന്നുള്ള അനുഭവം ആസ്വാദകന് ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് കണ്ണിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അത് നമ്മള് കണ്ണ് സാധകം ചെയ്തും കൈയിന്റെ കൂടെ കണ്ണ് പ്രയോഗിച്ചും പരിശീലനത്തിലൂടെ നേടേണ്ട ഒന്നാണ് നേത്രാഭിനയം എന്ന് പറയുന്നത്. പിന്നെ അഭിനയ അംശങ്ങളെ നമ്മൾ ഒന്നും കൂടെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ലോകധർമ്മി, നാട്യധർമ്മി എന്ന് പറഞ്ഞിട്ട് 2 അഭിനയ പദ്ധതികളുണ്ട്. അതിൽ കൂടിയാട്ടത്തില് ലോകധർമ്മി വളരെ കുറവാണ്, ഒട്ടുമില്ല എന്നല്ല, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ നാട്യധർമ്മിയാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ലോകധർമ്മിയായ അഭിനയങ്ങളും ചില ദിക്കിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഇവിടെ ഇപ്പൊ കാണിക്കാം. ഇപ്പൊ ഇന്ന് ഞങ്ങള് കാണിക്കാന്ന് വിചാരിച്ചേക്കണ ഭാഗം ശ്രീകൃഷ്ണചരിതം നങ്ങിയാറുകൂത്തില് ഗോപസ്ത്രീ വസ്ത്രാഭരണം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തില് ഗോപസ്ത്രീകൾ ഒരു വ്രതം അനുഷ്ഠിച്ച് ആ നദിയുടെ തീരത്ത് ഇരുന്നു കൊണ്ട് ശ്രീപാർവതിയുടെ ഒരു രൂപം മണ്ണുകൊണ്ട് ഉണ്ടാക്കി അതിനെ പുഷ്പം വെച്ച് ആരാധിച്ച് എന്നിട്ടാണ് കുളിക്കാനായിട്ട് അതിലേക്ക് ഇറങ്ങണത്. അപ്പൊ ആ രൂപം ഉണ്ടാക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന രീതിയിൽ എന്നിങ്ങനെ കളരിയിൽ പഠിപ്പിക്കുമ്പോൾ അതിനത്ര ഒരു ഇത് കൊടുക്കില്ല. കാരണം മുദ്രയും ഇതും ഉറക്കാനാണ് അവിടെ. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് കുറേയൊക്കെ നടൻ തന്നെയാണ്. അവിടെ ലോകധർമ്മിയുടെ പ്രഭാവം നമുക്ക് വളരെയധികം കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ചെറിയ ഭാഗം സരിത ഇപ്പൊ ഇവിടെ ചെയ്യും.
ലോകധർമ്മിയും നാട്യധർമ്മിയും കൂടി എന്ന് എപ്പോഴും പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടൊരു ലോകധർമ്മിയായിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെ ചെറിയ ലോകധർമ്മിയുടെ അംശങ്ങൾ അവിടെ അവിടെയായിട്ട് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. നാട്യധർമ്മിക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ കൂടിയാട്ടം മുഴുവൻ നാട്യധർമ്മിയാണ്, മുഴുവൻ അതിന്റെ ഉദാഹരണമാണ്. ഇപ്പൊ എടുത്തൊരു ഭാഗം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു അഭിനയ സങ്കേതമാണ് പകർനാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള അഭിനയ സങ്കേതം. പകർനാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥാപാത്രം മറ്റ് പല കഥാപാത്രങ്ങളുമായിട്ട് പകർന്ന് ആടുന്ന സമ്പ്രദായമാണ്. ഇപ്പോൾ അത് കൂടിയാട്ടത്തിൽ ഉടനീളം ഉള്ള ഒരു സമ്പ്രദായമാണ്. പ്രത്യേകിച്ച് ഏകാംഗ അഭിനയം വരുമ്പോൾ, ഇപ്പൊ നിർവഹണം പോലുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിർവഹണം എന്ന് പറഞ്ഞാൽ കൂടിയാട്ടം നാടകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടമാണ് നിർവഹണം. അതിൽ ഒറ്റ കഥാപാത്രം ഉണ്ടാവുള്ളൂ. ആ കഥാപാത്രം കഥ മുഴുവൻ അഭിനയിക്കുന്ന സമ്പ്രദായമാണ്. അതിലിപ്പോ ശങ്കുവർണ്ണനാണെങ്കിൽ ശങ്കുവർണ്ണൻ തന്നെ രാവണനായിട്ടും മറ്റു മണ്ഡോദരിയായിട്ടും ഒക്കെ പകർന്ന് അഭിനയിക്കുന്ന ആ ചില ചേഷ്ടകളെ കൊണ്ടും ചില ഇപ്പൊ ഉത്തരീയം മാറ്റിയിടുക, അതുപോലെ പൊയ് നഖമെടുത്ത് കുത്തുക, അങ്ങനെയുള്ള ചില ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അത് ആരാണ് ഇന്ന കഥാപാത്രമാണെന്നൊക്കെ ആസ്വാദകര് പരിചയത്തിലൂടെ നേടേണ്ട ഒരു അനുഭവമാണത്. അതും ഇപ്പൊ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ നവരസാഭിനയം എന്ന് പറയുമ്പോൾ നവരസം അങ്ങനെ അങ്ങോട്ട് അഭിനയിക്കുന്ന സമ്പ്രദായമല്ല, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നങ്ങ്യാർകൂത്തിലിപ്പോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കംസവധത്തിന്റെ ആ ഒരു ഭാഗം ചെയ്യുമ്പോൾ മല്ലാനാമശിനി എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഭാഗവതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ശ്ലോകമാണ്. ആ ശ്ലോകത്തിന്റെ അഭിനയം വരുമ്പോൾ കൃഷ്ണനും ബലഭദ്രരും കംസന്റെ ആ ഒരു രാജധാനിയിലേക്ക് പ്രവേശിക്കുകയാണ്. കുലയാപീഠത്തിനെ കൊന്ന് കുലയാപീഠത്തിന്റെ കൊമ്പും ധരിച്ചുകൊണ്ടാണ് വരണത്. ആ വരവ് കണ്ടിട്ട് അവിടെയുള്ള സാമാജികര് ഓരോരുത്തരും കൃഷ്ണനോടുള്ള തന്റേതായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഓരോരുത്തർക്കും കൃഷ്ണനോട് തോന്നുന്ന ഭാവങ്ങളാണ് അവിടെ നവരസമായിട്ട് അഭിനയിക്കണം. നവരസത്തിനോടൊപ്പം ഭക്തി എന്നുള്ള രസം ദശരസമായിട്ട് തന്നെ അഭിനയിക്കാറുണ്ട്. അവിടെ അതിലൊരു 2-3 ഭാഗം മാത്രം ഒന്ന് കാണിക്കാം. ആദ്യത്തേത് മല്ലന്മാരാണ്. മല്ലന്മാര് കൃഷ്ണനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് കൃഷ്ണൻ വരണത് കാണുന്നു. വരണ കണ്ടിട്ട് ഇവനാണ് നമ്മുടെ സ്വാമിയായിരിക്കുന്ന കംസന്റെ ശത്രുവായിട്ടുള്ള കൃഷ്ണൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് യുദ്ധത്തിന് വരൂ, ഇടിച്ച് നിന്നെ ഈ മുഷ്ടി കൊണ്ട് ഇടിച്ച് നിഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണിച്ച് രൗദ്രഭാവത്തോട് നിൽക്കുന്ന മല്ലന്മാര്. അതുപോലെ ഗോപന്മാരല്ല, അത് കഴിഞ്ഞിട്ട് സാധാരണ ജനങ്ങള് കൃഷ്ണന്റെ മഹാത്മ്യൊന്നും അറിയില്ല അവർക്ക്. അവര് കൃഷ്ണൻ വരുന്നത് കണ്ടിട്ട് ഒരു രാജകുമാരന്റെ പ്രൗഢി ഉണ്ടല്ലോ കൃഷ്ണന്, അപ്പൊ ഇദ്ദേഹം രാജകുമാരനാണോ എന്ന് പരസ്പരം ചോദിക്കുകയാണ്. അപ്പൊ അല്ല, ഒരു ഗോപാലനാണ് എന്ന് പറയുകയാണ്. അപ്പോ ആ ഒരു കൃഷ്ണന്റെ തേജസ് കണ്ടിട്ടുള്ള അത്ഭുതം, അവർക്കുണ്ടാകുന്ന അത്ഭുതം അവിടെ കാണിക്കുന്നു. അതുപോലെ യശോദ പ്രസവിച്ചതിന് ശേഷം, യശോദയല്ല ദേവകി പ്രസവിച്ചതിന് ശേഷം കൃഷ്ണനെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇന്ന് എന്റെ പുത്രൻ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകാംക്ഷയോട് കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണനെ കാണുന്നു. കൃഷ്ണനോടുള്ള അത്യധികമായ വാത്സല്യം. അങ്ങനെ കൃഷ്ണൻ പെട്ടെന്ന് അടുത്തേക്ക് ഓടി വരണതായിട്ട് തോന്നുമ്പോ തോന്നല് മാത്രമാണ് കൃഷ്ണനെ കെട്ടിപ്പിടിക്കണു. അങ്ങനെ പെട്ടെന്നാണ് അത് തന്റെ തോന്നലാണ് എന്ന് തിരിച്ചറിയണു. അതുപോലെ എന്നിട്ട് കൃഷ്ണൻ അവിടെ നിൽക്കുമ്പോൾ തന്റെ സ്തന്യം ഇങ്ങനെ ഒഴുകണം. ആ മാതൃത്വ ഭാവം അവിടെ പ്രകടിപ്പിക്കണു. അപ്പുറത്ത് മല്ലന്മാരെ കണ്ടിട്ട് ഈ മല്ലന്മാരോട് കൂടി എന്റെ പുത്രൻ യുദ്ധം ചെയ്താൽ പുത്രൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാലോചിച്ച് ദുഃഖം ഈശ്വരനോട് പുത്രനെ രക്ഷിക്കാൻ പറയണു. ഇങ്ങനെയുള്ള ആ ഒരു ഭാഗം. കംസൻ കൃഷ്ണന്റെ വരവ് കണ്ടിട്ട് എഴുന്നിലാമാടത്തിന്റെ മുകളിലാണ് ഇരിക്കണത്. അപ്പോ ദൂതൻ വന്ന് പറയുകയാണ് കുവലയാപീഠത്തിനെ നിഗ്രഹിച്ചു, വില്ലൊടിച്ചു എന്നൊക്കെ പറയുമ്പോ കംസൻ സാരല്ല എന്ന് പറയണു. എന്നിട്ട് ഒരു കിളിവാതില് തുറന്ന് കൃഷ്ണനെ കാണുമ്പോ തന്റെ അന്തകൻ വരണ പോലെ കംസന് തോന്നുകയാണ്. അപ്പോ ഭയം. ഇങ്ങനെയുള്ള ആ 4 ഭാഗങ്ങള് വളരെ ചുരുക്കി ഒന്ന് ഇവിടെ കാണിക്കാം. ഇതിലൂടെ പകർനാട്ടവും കിട്ടും, നാട്യധർമ്മിയും നവരസാഭിനയും ഒക്കെ ഇതില് കാണാനായിട്ട് സാധിക്കും.
സാത്വികാഭിനയത്തിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കുറച്ച് കാര്യം കൂടി പറയാൻ വെച്ചിരുന്നു, പക്ഷെ സമയം അതിക്രമിച്ചത് കൊണ്ട് അടുത്ത സെഷൻ അതിക്രമിച്ച് കയറാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും തൽക്കാലം നിർത്തുകയാണ്. അപ്പം ഇങ്ങനെ ഒരു വേദി ലഭിച്ചതിൽ അത്രയധികം സന്തോഷമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഗുരുക്കന്മാരുടെ പരിശ്രമം അല്ലെങ്കിൽ അവരുടെ കഴിവ് മാത്രമാണ്. അവരുടെ പദങ്ങളിൽ സമർപ്പിക്കുന്നു. വളരെ സന്തോഷം. നന്ദി. നമസ്കാരം. ആട്ടപ്രകാരം മുദ്രാവിനിയോഗത്തിലൂടെ എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നും അംബികെ ഗിരിജ എന്ന അക്കിത്തത്തിലൂടെയുള്ള നൃത്താംശവും ശരീരചലനങ്ങളോടുകൂടി ശിവന്റെ കേശാധിപാതവും ആയുധ അഭ്യാസം കൊണ്ടുള്ള പുറപ്പാടും കൂടിയാട്ടത്തിലെ നിലകളും ചാരികളും തുടങ്ങിയ ആംഗികാഭിനയത്തെക്കുറിച്ചും കൂടിയാട്ടത്തിലെ നേത്രാഭിനയത്തോടുകൂടിയുള്ള നേത്രാഭിനയവും പകർന്നാട്ടത്തിലൂടെയുള്ള സാത്വികാഭിനയത്തെക്കുറിച്ചും ഇത്ര മനോഹരമായിട്ടുള്ളൊരു ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ നടത്തിയ ഇരുവരെയും രംഗകലയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. രണ്ടുപേരെയും ആദരിക്കുന്നതിനായി കലാമണ്ഡലം പ്രഷിജയെ വളരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി കൂടിയാട്ടത്തിലെ വാചികം ആഹാരം